Welcome to GKC Tutorials. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് വൈസ് ക്ലാസ് മലയാളമാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്സ് വചനമാണ്. ഈ വീഡിയോയിൽ ആദ്യം ക്ലാസ്സും ലാസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വചനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഏകവചനം, ബഹുവചനം, ഇങ്ങനെയുള്ള വചനം. അപ്പോൾ ഏതിന്റെയെങ്കിലും പേരായ ശബ്ദത്തെ ആണ് നാമം എന്ന് പറയുന്നത്. ഏതിന്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഈ നാമങ്ങൾക്ക് രൂപഭേദം സംഭവിച്ചാണ് ലിംഗവും വചനവും വിഭക്തിയും ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് നാമത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. അതാണ് ലിംഗം, വചനം, വിഭക്തി. അപ്പോൾ മനസ്സിലായല്ലോ, എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തെ പറയുന്ന പേരാണ് നാമം എന്നത്. ഈ നാമത്തെ മൂന്നായി തരംതിരിക്കുന്നതാണ് ലിംഗം, വചനം, വിഭക്തി. ഇതിൽ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വചനം, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം, ഒരു വാക്ക്. ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്ക്. ഇത് ഒന്നിനെയാണോ ഒന്നിലധികമാണോ എന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് വചനം എന്ന് പറയുന്നത്. വചനം എന്നത് ക്വസ്റ്റ്യൻ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കാം: വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനെ പറയുന്ന പേര് എന്താണ്? അതാണ് വചനം. വസ്തു ഒന്നാണോ അതോ അതിലധികമുണ്ടോ എന്ന് കാണിക്കുന്നതിന് പറയുന്ന പേരാണ് വചനം. ഇനി വചനത്തെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതാണ് ഏകവചനവും ബഹുവചനവും. ഇപ്പോൾ വചനത്തെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. അതായത് ഏകവചനം, ബഹുവചനം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു മലയാളം ഗ്രാമർ ടേമാണ്. അപ്പോൾ ഒരു വാക്ക് അല്ലെങ്കിൽ വചനം ഒന്നിനെയാണോ ഒന്നിലധികമാണോ എന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് വചനം എന്ന് പറയുന്നത്. വചനം രണ്ട് തരത്തിലുണ്ട്: ഏകവചനവും ബഹുവചനവും. മലയാളത്തിൽ ഇല്ലാത്തതും എന്നാൽ സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനം ഏതാണ്? അപ്പോൾ വചനവുമായി റിലേറ്റ് ചെയ്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. മലയാളത്തിൽ ഇല്ലാത്തതും എന്നാൽ സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനമാണ് ദ്വിവചനം. മലയാളത്തിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനം ഏതാണ്? ദ്വിവചനം. നെക്സ്റ്റ്, ഏകവചനവും ബഹുവചനവുമാണ്. ഒന്നിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? ഒന്നിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏകവചനം. ഒന്നിനെ സൂചിപ്പിക്കുന്നത്. ഒന്നിലധികമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബഹുവചനം. ഒന്നിനെ സൂചിപ്പിക്കുന്നത് ഏകവചനം, ഒന്നിലധികമാണെങ്കിൽ ബഹുവചനം. അപ്പോൾ ഏകവചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏകവചനത്തിന് പ്രത്യയമില്ല. അതായത് പ്രത്യയമില്ലാത്ത വചനമാണ് ഏകവചനം. പ്രത്യയമില്ല എന്ന് പറഞ്ഞാൽ കൾ, മാർ എന്നിവ ഇല്ലാതെ പറയുന്നതാണ് ഏകവചനം. ഉദാഹരണത്തിന് കുട്ടി, അമ്മ, നദി എക്സെട്ര. ഈ ഉദാഹരണങ്ങളിൽ തന്നെ കുട്ടികൾ, അമ്മമാർ, നദികൾ എന്നായാൽ അത് ബഹുവചനമാണ്. അതായത് പ്രത്യയം ഉള്ളതാണ്. അപ്പോൾ ബഹുവചനം എന്നാൽ പ്രത്യയം ചേർന്ന് വരുന്നതിനെയാണ് ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഉണ്ട് എന്ന് കാണിക്കാനാണ് കൾ, മാർ, ആർ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഏകവചനത്തിന് പ്രത്യയം ഇല്ല, ബഹുവചനത്തിന് പ്രത്യയം ഉണ്ട്. ഏകവചനത്തിന് ഉദാഹരണമാണ് കുട്ടി, അമ്മ, നദി. എന്നാൽ ബഹുവചനത്തിന് ഉദാഹരണം കുട്ടികൾ, അമ്മമാർ, നദികൾ എക്സെട്ര. ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകും, ഇപ്പോൾ പറഞ്ഞ പ്രത്യയം ചേർത്തതൊക്കെ ബഹുവചനങ്ങളാണ്. അതായത് കുട്ടികൾ ഒന്നിലധികമുണ്ട്, പശുക്കൾ ഒന്നിലധികമുണ്ട്, നദികൾ ഒന്നിലധികമുണ്ട്, അമ്മമാർ എന്ന് പറഞ്ഞാലും ഒന്നിലധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ബഹുവചനമാണ്. ബഹുവചനം എന്നാൽ ഒന്നിലധികം ഉള്ളതിനെയാണ് ബഹുവചനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബഹുവചനത്തെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായി തരംതിരിക്കാം. അപ്പോൾ വ്യക്തമായി ശ്രദ്ധിക്കുക, ബഹുവചനത്തെ തന്നെ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇവയൊക്കെ എന്താണെന്നറിയാം എന്ന് വിചാരിക്കുന്നു. അതായത് സ്ത്രീ ജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗമാണ്. സ്ത്രീ ജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗമാണ്. ഉദാഹരണം അമ്മ. പുരുഷ ജാതിയെ കുറിക്കുന്നതാണ് പുല്ലിംഗം. പുല്ലിംഗം എന്നാൽ പുരുഷ ജാതിയെ കുറിച്ചുള്ളതാണ്. ഇതിന് ഉദാഹരണം അച്ഛൻ.
അച്ഛൻ ഒരു പുല്ലിംഗമാണ്, അമ്മ സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ഒരു നാമമാണ് നപുംസക ലിംഗം. ഉദാഹരണം വെള്ളം. വെള്ളം നപുംസക ലിംഗമാണ്. ഇത് സ്ത്രീലിംഗവുമല്ല പുല്ലിംഗവുമല്ല. ഇങ്ങനെയുള്ളതാണ് നപുംസക ലിംഗം. അപ്പോൾ സ്ത്രീ ജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗം, പുരുഷ ജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത നാമം നപുംസക ലിംഗം. എക്സാമ്പിൾസും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ലിംഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞു തന്നത്. ഇനി സലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം. സലിംഗം എന്നാൽ ലിംഗമുള്ളത് എന്നാണ് അർത്ഥം. സലിംഗം എന്നാൽ ലിംഗമുള്ളത് എന്നാണ് അർത്ഥം. അതായത് ഒരു വചനത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കിൽ ലിംഗ വ്യത്യാസം കൂടി സൂചിപ്പിക്കുന്നവയാണെങ്കിൽ അത് സലിംഗ ബഹുവചനമാണ്. ഒരു വചനത്തിൽ ലിംഗവ്യത്യാസം, അതായത് ആണാണോ പെണ്ണാണോ എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സലിംഗ ബഹുവചനം. ക്ലിയറായോ? ഒരു വചനത്തിന്റെ ലിംഗവ്യത്യാസം, അതായത് ആണാണോ പെണ്ണാണോ എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സലിംഗ ബഹുവചനം. അതായത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസക ലിംഗമാണോ എന്നിങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നവയാണെങ്കിൽ അത് സലിംഗ ബഹുവചനമാണ്. ഫോർ എക്സാമ്പിൾ, അമ്മമാർ. ഇതൊരു ബഹുവചനമാണെന്ന് നിങ്ങൾക്കറിയാം, അമ്മമാർ. എന്നാൽ ഈ വാക്ക് കണ്ടാൽ അറിയാം അതൊരു സ്ത്രീലിംഗമാണ്. സഹോദരന്മാർ, ഇത് ബഹുവചനമാണ്, ഇത് പുല്ലിംഗമാണ്. ഭാര്യമാർ. കുടകൾ, ഇത് നപുംസക ലിംഗമാണ്. നദികൾ, മലകൾ, ഇതിൻ്റെ എല്ലാം പ്രത്യയം എന്താണെന്ന് അറിയാമല്ലോ. മാർ, കൾ ഇവയൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യയങ്ങൾ. ഇവ ഓരോന്നും പ്രത്യേകം എന്തുകൊണ്ടാണ് വിശദീകരിച്ച് പഠിക്കേണ്ടുന്നത് എന്തെന്നാൽ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള ബഹുവചനം എന്ന് പിക്ക് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സലിംഗ ബഹുവചനം എന്നാൽ ഒന്നുകൂടി പറയാം, സലിംഗം എന്നാൽ ലിംഗമുള്ളത് എന്നാണ് അർത്ഥം. ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്കിൽ ലിംഗവ്യത്യാസം കൂടി സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സലിംഗ ബഹുവചനം. ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന പേരാണ് സലിംഗ ബഹുവചനം. എക്സാമ്പിൾസ് കണ്ടാൽ അല്ലെങ്കിൽ ആ വാക്ക് കണ്ടാൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതാണ് സലിംഗ ബഹുവചനം. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അമ്മമാർ, സഹോദരന്മാർ, ഭാര്യമാർ, കുടകൾ, എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് അലിംഗ ബഹുവചനമാണ്. വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും, ലിംഗമില്ലാത്തത്. സലിംഗം എന്നാൽ ലിംഗമുള്ളത്. അപ്പോൾ അലിംഗ ബഹുവചനം എന്നാൽ ലിംഗമില്ലാത്തത് എന്നാണ് അർത്ഥം. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം പ്രത്യേകം പറയാത്ത, അല്ലെങ്കിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്ന് അവയുടെ പൊതുവെയുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എങ്കിൽ അതാണ് അലിംഗ ബഹുവചനം. ഇങ്ങനെയുള്ള അലിംഗ ബഹുവചനത്തിൽ ചേരുന്ന പ്രത്യയങ്ങൾ കൾ, അർ ഇവയൊക്കെയാണ്. കൾ, അർ ഇവയൊക്കെയാണ് അലിംഗ ബഹുവചനത്തിൽ ചേരുന്ന പ്രത്യയങ്ങൾ. അപ്പോൾ അലിംഗ ബഹുവചനം എന്നാൽ സ്ത്രീ പുരുഷ വ്യത്യാസം പ്രത്യേകം പറയാത്ത വചനമാണ് അല്ലെങ്കിൽ വാക്കാണ് അലിംഗ ബഹുവചനം, അതായത് ലിംഗമില്ലാത്തത്. എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആകും. ഫോർ എക്സാമ്പിൾ, ആളുകൾ. ഇത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, ജനങ്ങൾ. ക്ലിയർ അല്ല. കുട്ടികൾ, മൃഗങ്ങൾ, അധ്യാപകർ, സഹോദരർ, മിടുക്കർ, മക്കൾ, മനുഷ്യർ, അവർ ഇവയൊക്കെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അലിംഗ ബഹുവചനം എന്നാൽ എന്താണെന്ന് ഒന്നുകൂടി പറയാം. ലിംഗമില്ലാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം പ്രത്യേകം പറയാത്ത വചനങ്ങളാണ് അലിംഗ ബഹുവചനങ്ങൾ. ഉദാഹരണം, ആളുകൾ, ജനങ്ങൾ, കുട്ടികൾ, എക്സെട്ര. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സ്ത്രീലിംഗവും പുല്ലിംഗവും മാത്രമേ അലിംഗ ബഹുവചനത്തിൽ ചേർത്ത് പറയുന്നുള്ളൂ. നപുംസക ലിംഗങ്ങൾ അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് പൂജക ബഹുവചനമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ്. എല്ലാ മത്സര പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് പൂജക ബഹുവചനം. സോ അതിന്റെ ഉദാഹരണങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ ബഹുമാനാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഇവ ഏകവചനാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഈ രീതിയിലുള്ളതാണ് പൂജക ബഹുവചനം. അതായത് ഈ വചനം ഉപയോഗിക്കുന്നത് ഏകവചനാർത്ഥത്തിലാണ്, എന്നാൽ ബഹുമാനാർത്ഥമാണ് വചനങ്ങൾ പറയുന്നത്.
അപ്പോൾ ബഹുമാനാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഏകവചനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബഹുവചനങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. അപ്പോൾ രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായിരിക്കും പൂജക ബഹുവചനങ്ങൾ. ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആകും. എക്സാമ്പിൾ: ആചാര്യർ, ദ്രോണർ, ഗുരുക്കൾ, സ്വാമികൾ, അവർകൾ, പണ്ഡിതർ, ശാസ്ത്രികൾ, വൈദ്യർ, ഭീഷ്മർ, തിരുവടികൾ, ഭാഗവതർ, ജ്യോത്സ്യർ, യോഗികൾ, തമ്പ്രാക്കൾ, താങ്കൾ, നിങ്ങൾ. ഇവയൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇവയൊക്കെ ഏകവചനമാണ്, എന്നാൽ ബഹുമാനാർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ആചാര്യർ, ദ്രോണർ, ഗുരുക്കൾ ഇവയൊക്കെ ഒന്നിലധികം പേരില്ല, ഒരാളെ തന്നെയാണ്, അതായത് ഒരു വ്യക്തിയാണ് പറയുന്നത്. എന്നാൽ ബഹുമാനാർത്ഥം പറയുന്നത് കൊണ്ടാണ് ഗുരുക്കൾ, സ്വാമികൾ എന്ന് ഒരു വ്യക്തിയാണ് പറയുന്നത്. ഒന്നിലധികം വ്യക്തികൾ ഉള്ളത് കൊണ്ടല്ല ഗുരുക്കൾ, സ്വാമികൾ ബഹുവചന രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം പറഞ്ഞത് വചനത്തെക്കുറിച്ചാണ്. ഏതിൻ്റെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. നാമത്തെ മൂന്നായി തരംതിരിക്കുന്നതിൽ ഒന്നാണ് വചനം. നാമത്തെ മൂന്നായി തരംതിരിക്കുന്നത് ഒന്ന് ലിംഗം, വചനം, വിഭക്തി ഇവയൊക്കെയാണ്. അപ്പോൾ വചനം എന്നാൽ ഒരു വാക്ക് ഒന്നിനെയാണോ ഒന്നിലധികമാണോ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വചനം. വചനത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഏകവചനവും ബഹുവചനവും. ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ബഹുവചനവും, ഒന്നിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് ഏകവചനവുമാണ്. ഏകവചനത്തിന്റെ പ്രത്യേകതയുണ്ട്, അതിന് പ്രത്യയം ഇല്ല. ഏകവചനത്തിന് പ്രത്യയം ചേർക്കേണ്ട കാര്യമില്ല. ബഹുവചനം എന്നാൽ അതായത് ഒന്നിലധികം ഉള്ളതിനെ എന്നാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യയം ആവശ്യമാണ്. ഉദാഹരണം കുട്ടികൾ, അമ്മമാർ. അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന കൾ, മാർ ഇവയൊക്കെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. പിന്നീട് പഠിച്ചത് ബഹുവചനത്തെ വീണ്ടും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അപ്പോൾ സലിംഗ ബഹുവചനം എന്നാൽ ലിംഗം ഉള്ള ബഹുവചനമാണ് സലിംഗ ബഹുവചനം. അതായത് ഒരു വചനത്തിൽ ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് സലിംഗ ബഹുവചനം. എക്സാമ്പിൾ: അമ്മമാർ, സഹോദരന്മാർ, ഭാര്യമാർ, കുടകൾ എക്സെട്ര. അതുപോലെ തന്നെ അലിംഗ ബഹുവചനം എന്നാൽ ലിംഗമില്ലാത്തത് എന്നാണ് അർത്ഥം. ഉദാഹരണം: ആളുകൾ, ജനങ്ങൾ, കുട്ടികൾ, മനുഷ്യർ, അധ്യാപകർ. അങ്ങനെ നെക്സ്റ്റ് പറഞ്ഞത് പൂജക ബഹുവചനമാണ്. അതായത് ബഹുമാനാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഏകവചനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബഹുവചനങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. എക്സാമ്പിൾ: ആചാര്യർ, ഗുരുക്കൾ, സ്വാമികൾ എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്ത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രത്യയമില്ലാത്ത വചനം ഏതാണ്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മലയാളം ഗ്രാമർ വിഭാഗത്തിൽ ചോദിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രത്യയമില്ലാത്ത വചനം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ബഹുവചനം, സലിംഗ വചനം, ഏകവചനം, ദ്വിവചനം. ആൻസർ ഏതായിരിക്കും? ഏകവചനം. അതായത് പ്രത്യയമില്ലാത്ത വചനമാണ് ഏകവചനം എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചതേയുള്ളൂ. അപ്പോൾ ഏകവചനമാണ് കറക്റ്റ് ആൻസർ. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ: ഏകവചനത്തിലെ പ്രത്യയം ഏതാണ്? അപ്പോൾ ഏകവചനത്തിന് പ്രത്യയം ഇല്ല എന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: ഏകവചനത്തിലെ പ്രത്യയം ഏതാണ്? ഓപ്ഷൻസ്: ഇൻ, കൾ, അർ ഇവയൊന്നുമല്ല എന്നതാണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടെന്നാൽ ഏകവചനത്തിന് പ്രത്യയമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മലയാളത്തിൽ ഇല്ലാത്ത വചനം ഏതാണ്? മലയാളത്തിൽ ഇല്ലാത്ത വചനം ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: ഏകവചനം, സലിംഗ വചനം, അലിംഗ വചനം, ദ്വിവചനം. ഇതിന്റെ കറക്റ്റ് ആൻസർ ദ്വിവചനമാണ്. അതായത് മലയാളത്തിൽ ഇല്ലാത്ത വചനമാണ് ദ്വിവചനം. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്: ഏകവചന സ്വഭാവമുള്ള പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഏകവചന സ്വഭാവമുള്ള പദം പിക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് തരുന്നതാണ്. എക്സാമ്പിൾസ്: കുട്ടികൾ, സീത, മനുഷ്യർ, തിരുവടികൾ. ഈ ഓപ്ഷനിലെ കുട്ടികൾ, മനുഷ്യർ ഇവയൊക്കെ ബഹുവചനമാണെന്ന് നമുക്കറിയാം. ഇതുകൂടാതെ തിരുവടികൾ എന്നത് പൂജക ബഹുവചനം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ സീതയാണ്. ഏകവചന സ്വഭാവമുള്ള പദം സീത. നെക്സ്റ്റ്: ബഹുവചന സ്വഭാവമുള്ള
പദം ഏതാണ്? 4 ഓപ്ഷൻ തന്നിരിക്കും. അതിൽ നിന്ന് ബഹുവചന സ്വഭാവമുള്ള പദം ഏത് എന്ന് പിക്ക് ചെയ്യണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ, അധ്യാപകർ. ഇതിൽ ബഹുവചന സ്വഭാവമുള്ള പദം ഏതാണെന്നാണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ അധ്യാപകരാണ്. സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ ഇവയൊക്കെ ഇപ്പോൾ പഠിച്ചതാണ് പൂജക ബഹുവചനങ്ങളാണ്. അതായത് ഇത് ഏകവചനമാണ്, ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം അധ്യാപകരാണ്. ഇനി നെക്സ്റ്റ്, സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: പശുക്കൾ, അധ്യാപകർ, മക്കൾ, ജനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് സലിംഗ ബഹുവചനം എന്നാൽ അതിൻ്റെ ലിംഗം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവയാണ് സലിംഗ ബഹുവചനം എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നിരിക്കുന്നവയിൽ അധ്യാപകർ, മക്കൾ, ജനങ്ങൾ ഇവയുടെ ലിംഗം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ പശുക്കളാണ്. പശുക്കൾ എന്നത് സ്ത്രീലിംഗത്തെ കുറിക്കുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? പശുക്കളാണ്. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 അലിംഗ ബഹുവചനമാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ലിംഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി മുൻപ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. കൊടുത്തിരുന്ന ഓപ്ഷൻസ് പശുക്കൾ, സ്വാമിമാർ, കുട്ടികൾ, അവർകൾ. ഈ തന്നിരിക്കുന്നവയിൽ സ്വാമിമാർ, അവർകൾ ഇവയൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാം ഇതിൽ പശുക്കൾ സ്ത്രീലിംഗമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ കുട്ടികളാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏതാണ്? സഹോദരിമാർ, താങ്കൾ, അധ്യാപകർ. സഹോദരിമാർ, താങ്കൾ, അധ്യാപകർ. ഈ 3 ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരിമാർ എന്നതിൽ ലിംഗം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ അത് സലിംഗ ബഹുവചനമാണ്. മറ്റൊരു ഓപ്ഷൻ അധ്യാപകരാണ്. അധ്യാപകർ എന്നതിൽ നിന്ന് ഏത് ലിംഗം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അലിംഗ ബഹുവചനമാണ്. നെക്സ്റ്റ് ഓപ്ഷനായ താങ്കൾ എന്നത് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ അതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.